ഹായ് ഹലോ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, പക്ഷേ നിങ്ങളത് പ്രൊട്ടക്റ്റഡ് അല്ല. അതായത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ ട്രേഡ് മാർക്ക് എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഐഡിയലി ഒരു അപ്ലിക്കേഷൻ നമ്മൾ രജിസ്ട്രാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 4 to 6 months അല്ലെങ്കിൽ 1 year വരെ പോയ ഇൻസ്റ്റൻസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു വേരിയസ് ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ രജിസ്ട്രാറിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് വരും, ഇന്ന റീസൺ സബ്മിറ്റ് ചെയ്യണം പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അവിടെ റിട്ടേൺ റെസ്പോൺസ് കൊടുക്കാൻ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ റെസ്പോൺസ് വിത്തിൻ 30 days കൊടുക്കണം. ഇനി അതല്ല, ആ റെസ്പോൺസിലും അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ഹിയറിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ഹിയറിങ്ങിനും ഓപ്പർച്യൂണിറ്റി വരും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രേഡ് മാർക്ക് ആക്സെപ്റ്റഡ് ആവുന്നത്. ഇനി ആക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ അവരതൊരു പബ്ലിക് ജേർണലിൽ പോസ്റ്റ് ചെയ്യും. ആ പബ്ലിക് ജേർണലിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ടൈമിനുള്ളിൽ പബ്ലിക്കിൽ നിന്നും വേറെ ഓപ്പോസിഷൻസും ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ് മാർക്ക് ആക്സെപ്റ്റഡ് ആയി കണക്കൂട്ടും. അപ്പോഴാണ് അതൊരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കായി മാറുന്നത്. ഈ ഒരു ബ്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് എപ്പോഴും അത്യാവശ്യമാണ്. ട്രേഡ് മാർക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ പിക്ചർ മാർക്കായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേർഡ് മാർക്കായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് എടുക്കാം. So stay aware, stay compliant. This is Nitin and I speak on finance and compliance.